പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിഷേകിനെ എന്തൊക്കെ സംഭവിച്ചാലും വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ദേവബാല. ഇതിൻ്റെ ഭാഗമായി പുതിയൊരു കൂട്ടുകെട്ടാണ് തനിക്കിപ്പോൾ വേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ദേവപാല അതുകൊണ്ട് തന്നെ പുതിയ പ്ലാനിങ്ങുകൾ നടത്തുകയാണ്. ഉടൻ തന്നെ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഫോൺ ചെയ്തിരിക്കുകയാണ് ദേവപാല. ഇപ്പോൾ ഇഷയുടെ ഭർത്താവായ രാഹുലിനോട് എൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നെ നിങ്ങൾ സഹായിച്ചാൽ നിങ്ങളെ സഹായിക്കാൻ ഞാനും തയ്യാറാണ്. അഭിഷേക് എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകരുത്. ആ ഒരു ആവശ്യമാണ് എനിക്കുള്ളത്. ആ ആവശ്യം പൂർത്തീകരിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് എനിക്കുറപ്പുണ്ട്. എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുകയാണ് എങ്കിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ വളരെ സിമ്പിളായി നടക്കും. അതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കുമോ? ഇത് കേൾക്കുന്ന രാഹുൽ നല്ലൊരു അവസരമാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയാണ്. ഞാനതിന് തയ്യാറാണ്. നമുക്കൊരുമിച്ച് ഇഷയെയും അതുപോലെ തന്നെ അഭിഷേകിനെയും നേരിടാം. നമ്മൾ വിജയിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ ഇരുകൂട്ടർക്കും വളരെ ഉപകാരപ്രദമായ രീതിയിൽ തന്നെയല്ലേ മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഞാൻ തയ്യാറാണ് ഇതിന്. എന്തു പറയുന്നു? ഇതോടെ പുതിയ പദ്ധതികൾ ഇരുവരും പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് പോവുകയാണ്. എന്തായാലും വിജയം ഉറപ്പാണ് എന്നുള്ള കാര്യം ഇതോടെ ഉറപ്പിച്ചുകൊണ്ടാണ് നീക്കങ്ങൾ ആരംഭിക്കുന്നത്. പക്ഷേ ഇതേ സമയം സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ്. ഇഷയുടെ അച്ഛനായ റാംമോഹനെ ചെന്ന് കണ്ട് ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ദേവബാല. ഇത് കേൾക്കുന്ന ഇഷയുടെ അച്ഛൻ, എന്ത് സന്തോഷ വാർത്തയാണ് നിനക്ക് പറയാനുള്ളത്? ഞാനിത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ വെച്ച് അറിഞ്ഞ കാര്യമാണ്. ഇഷ പ്രഗ്നന്റ് ആണ്. നിങ്ങളിപ്പോൾ ഒരു മുത്തശ്ശനാകാൻ പോകുന്നു. എന്താ, അതൊരു സന്തോഷ വാർത്തയല്ലേ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്ന് ഇഷ ചോദിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ റാംമോഹൻ. ഞാൻ സന്തോഷവാൻ തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഒരു വാർത്ത പെട്ടെന്ന് പ്രതീക്ഷിച്ചതല്ല. എന്തോ അവൾ എന്നോട് ഇതുവരെ ഈ കാര്യം പറഞ്ഞില്ലല്ലോ. അതൊരു പക്ഷേ അവളുടെ നാണം കൊണ്ടാകും. അത് കാര്യമാക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ദേവബാല ഇതേ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ഇഷയോട് കാര്യങ്ങൾ സംസാരിക്കണം. ഇഷയുടെയും രാഹുലിൻ്റെയും ആദ്യ കുട്ടിയല്ലേ. അപ്പോൾ ആഘോഷങ്ങൾ അതീവ ഗംഭീരമായി തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അതിനുള്ള കാര്യങ്ങൾ താൻ ചെയ്തു കൊള്ളാം എന്ന് വ്യക്തമാക്കുകയാണ് റാംമോഹൻ. ഇതേ തുടർന്ന് ഇഷ തിരികെ വരുമ്പോൾ റാംമോഹൻ ഇഷയെ കെട്ടിപ്പിടിക്കുകയാണ്. ഞാൻ വളരെ നാളുകളായി ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നതും സത്യം തന്നെയാണ്. ഞാനൊരു മുത്തശ്ശനാകാൻ പോകുന്നു. അതിൻ്റെ എക്സൈറ്റ്മെന്റ് കുറച്ചൊന്നുമല്ല, വളരെ അധികം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. ഇത് കേട്ടതിനെ തുടർന്ന് ഇഷയ്ക്കും ആകെ പരിഭ്രാന്തി ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക? അഭിഷേകാണ് കുട്ടിയുടെ അച്ഛൻ എന്നുള്ള കാര്യം തുറന്നു പറയാൻ സാധിക്കുമോ മുതലായ ചോദ്യങ്ങൾ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇതേ സമയം ഞാൻ എന്തായാലും രാഹുലിനോട് ഈ കാര്യം പറയുന്നുണ്ട്. രാഹുലിനും സന്തോഷമാകട്ടെ. നിങ്ങളുടെ ആദ്യ കുട്ടിയുടെ വരവ്
ഗംഭീരമാക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഇഷ. മാത്രവുമല്ല, ഇനി എന്തു ചെയ്യും എന്ന ചോദ്യവും മുമ്പിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.